ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്ന് വിളിച്ചോ കുക്കിംഗ് പരിപാടിയിലേക്ക് കടക്കാണ്. നമ്മൾ അടുക്കളയിലേക്ക് എത്തി. ഇന്ന് അടിപൊളി വിഭവങ്ങൾ ഉണ്ടാക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കണത്. ചേട്ടാ നാളികേരം ചെരുകൂ, എൻ്റെ നാളികേര മെഷീൻ. അപ്പോൾ നാളികേരം ചെരുകും ചേട്ടൻ. അപ്പോൾ നമുക്ക് അങ്ങനെ വീഡിയോയിലേക്ക് അങ്ങ് പോവാട്ടോ. അങ്ങനെ ഞാൻ രാവിലത്തെ പണികൾ വേഗം വേഗം ആരംഭിക്കണം. ചേട്ടനൊന്നും ലഞ്ച് കൊണ്ട് വേണ്ടതല്ലേ. അപ്പോൾ ഞാനൊന്ന് മത്തങ്ങയും കുമ്പളങ്ങയും കൂടിയിട്ടുള്ള ഒരു ഗുരുവായൂർ രസക്കാളനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചേട്ടനോട് പറഞ്ഞു വേഗം എനിക്ക് നാളികേരം ചെരുക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ അത് ചെരുക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ ഞാൻ വേഗം മത്തങ്ങ അങ്ങ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മത്തങ്ങ വിഷുവിന് വാങ്ങിച്ച മത്തങ്ങയാണ്. അത് കുറച്ച് ഫ്രിഡ്ജിൽ ഇരിക്കണ്ടായിരുന്നു. അതും അപ്പോൾ ഇന്നലെ ചേട്ടൻ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ, ഞാൻ എന്തെങ്കിലും പച്ചക്കറി മേടിക്കാൻ പറഞ്ഞപ്പോൾ ചേട്ടൻ സാമ്പാറിൻ്റെ കഷ്ണമായിട്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഇന്നലെയാണെങ്കിൽ സാമ്പാർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് രസക്കാളനാക്കാം. അപ്പോഴേക്കും ചായ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ചായപ്പൊടി ഇട്ട് പിന്നെ അതങ്ങ് റെഡിയാക്കി വെച്ചു. അപ്പോൾ ചായ അങ്ങനെ ഒഴിച്ച് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കി പണികളൊക്കെ കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ അരിയുടെ കുക്കർ അങ്ങ് അടുപ്പത്തേക്ക് കയറ്റി വെച്ചു. പിന്നെ ചായ ഊറ്റി റെഡിയാക്കി കഴിഞ്ഞാൽ തന്നെ ഒരു എന്താ പറയുക, നമുക്ക് ചായ കൊണന്ന് വെക്കുമ്പോൾ എന്തോ ഒരു പണി കഴിഞ്ഞ പോലെയാണ്. സത്യം പറഞ്ഞാൽ രാവിലെയാണ് ഏറ്റവും ബെസ്റ്റ് ചായ വെക്കുന്നതാണ് ഒരു സന്തോഷം കേട്ടോ. ചായ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണികൾ അങ്ങോട്ട് ഒരു പണി കഴിഞ്ഞ പോലെയാണ്. ചോറൊക്കെ പിന്നെ വെച്ചാലും ഒരു പ്രശ്നം, എത്ര കഴിഞ്ഞിട്ട് വെച്ചാലും കുഴപ്പമില്ല. പക്ഷെ ചായ എടുത്തിട്ട് ലേറ്റ് ആയിണ്ടല്ലോ, നമ്മൾ പണികൾ നടക്കാത്ത പോലെ ഫീൽ ചെയ്യും. അപ്പോഴേക്ക് പിന്നെ ചേട്ടൻ നാളികേരം കൊണ്ടുവന്ന് അത് ഉടക്കലായിട്ടോ. എന്താണാവോ ഇന്ന് നാളികേരം വെള്ളം എനിക്ക് തന്നില്ല, എല്ലാ വെള്ളം കളഞ്ഞു. എന്തോ ആണെന്നറിയില്ല. അപ്പം പെട്ടെന്ന് ധൃതി പിടിച്ചിട്ട് ചെയ്യുന്നത് കൊണ്ടാണെന്നറിയില്ല. ഞാൻ എന്നിട്ട് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ എനിക്ക് നാളികേരം വെള്ളം തന്നില്ലേ, എന്തത് ഇന്ന് നാളികേരം വെള്ളം തരാഞ്ഞെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ വീണ്ടും ബാക്കിയുള്ള മത്തങ്ങയും കുമ്പളങ്ങയൊക്കെ ഇങ്ങനെ നന്നാക്കുകയാണ് കേട്ടോ. ഇത് വെച്ചാലേ എവിടെയെങ്കിലുമൊക്കെ പോയി വന്നിട്ട് നമുക്ക് പണികളെടുക്കാൻ കുഴപ്പമില്ല. ഇപ്പം അതൊക്കെ അഡ്ജസ്റ്റഡ് ആയി. ഞാൻ പണ്ടൊക്കെ ഞാൻ അമ്മയുടെ കൂടെയൊക്കെ പോയിട്ട് ഇങ്ങനെ വരുമ്പോൾ വന്നു കഴിഞ്ഞാൽ അമ്മ ഇങ്ങനെ പണികളെടുക്കുമ്പോൾ പണികൾ അയ്യോ ചോറായില്ലേ കൂട്ടാനായില്ലേ എന്നൊക്കെ നമുക്കിങ്ങനെ തോന്നാറുണ്ട്, ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ വന്നിട്ട് പണികൾ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. പിന്നെ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അടപ്പത്താണല്ലോ ചെയ്യുന്നത്. അവർ കഷ്ണങ്ങൾ നുറുക്കി അടുപ്പ് കത്തിച്ച് ഗ്യാസൊക്കെ പിന്നെ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഗ്യാസിൻ്റെ കാര്യങ്ങളൊക്കെ എത്തിയത്. അപ്പോൾ അത്രയും നമ്മൾ ഗ്യാസ് ഒക്കെ വരുമ്പോൾ അമ്മ എന്താ പറയുക ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ ചോറ് വെക്കണം, കൂട്ടാൻ വെക്കണം, കുറേ സമയം പിടിക്കുമല്ലോ. ഇപ്പം കുക്കറും ഇല്ലല്ലോ. പിന്നെ നമുക്ക് എത്ര പെട്ടെന്നാണ് പണികൾ കഴിയണേന്ന്. ഞാൻ വന്ന വഴിക്ക് പിന്നെ ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ കഷ്ണങ്ങൾ നുറുക്കണ്ട ഇത്തിരി മടിയൊക്കെ പിടിച്ചിരുന്നാ പറഞ്ഞില്ല. എനിക്ക് ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു, നല്ല ഉറക്കക്ഷീണം ഉണ്ട്. അപ്പം ഉറക്കക്ഷീണം ഉള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ കഷ്ണങ്ങളൊന്നും നുറുക്കാതിരുന്നത്. ഈ കുമ്പളങ്ങയും മത്തങ്ങയും കൂടിയുള്ള മോരൂട്ടാനുണ്ടല്ലോ, അതായത് രസക്കാളൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് പറയാം. ഏതൊരു പ്രത്യേക രസമെന്ന് പറയില്ലേ, ഭയങ്കര സ്വാദോടെ എൻ്റെ വയലിൽ ഇപ്പോഴും വെള്ളം വരാം. അതുകൊണ്ട് അത് വെക്കാൻ നമ്മൾ പറയല്ലേ, നേന്ത്രക്കായ ഇട്ടിട്ട് വെക്കുന്ന മൊരുകൂട്ടാനും ഒരു വേറെ ടേസ്റ്റ്, ചേനിട്ട് വെക്കുന്ന മൊരുകൂട്ടാനും വേറെ ടേസ്റ്റ്, ഈ മത്തങ്ങയും കുമ്പളങ്ങയും കൂടി ഇട്ട് വെക്കുന്ന ആ മൊരുകൂട്ടാനും വേറൊരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വെച്ച് നോക്കണേ എല്ലാവരും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് മത്തങ്ങ അങ്ങോട്ട് ഉടഞ്ഞ് ആ കഷ്ണങ്ങളൊക്കെ അങ്ങനെ തന്നെ കെടുക്കണം. എന്നാലും ആ മത്തങ്ങ നമ്മൾ ചോറിൽ ഒഴിക്കുമ്പോൾ അതിങ്ങോട്ട് കൂട്ടി പിടിച്ച് ഉടച്ചെടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് കറി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ വേഗം അവിയലിലേക്കുള്ള കഷ്ണങ്ങളാണ് കേട്ടോ. അതൊക്കെ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടു. 2-3 പ്രാവശ്യം കഴുകണം. നുറുക്കിയാലും മത്തങ്ങയായാലും കുമ്പളങ്ങയായാലും തൊലിയോട് കൂടിയിട്ടാണല്ലോ. മത്തങ്ങ തൊലിയോട് കൂടിയും കുമ്പളങ്ങ തൊലി ചെത്തിയിട്ടാണ് കേട്ടോ ഞാൻ ഇടാറ്. പിന്നെ ക്യാരറ്റൊക്കെ ഒരു വിധം ക്യാരറ്റായിരുന്നു, സാമ്പാറിൻ്റെ കഷ്ണമല്ലേ. അപ്പോൾ അവർ സാമ്പാറിൻ്റെ കഷ്ണം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വില കുറഞ്ഞവർ വന്ന് മേടിച്ചുകൊണ്ട് പോണ പോലെയാണ് പച്ചക്കറികടക്കാരുടെ ഒരു വിചാരം. ഏറ്റവും മോശം കഷ്ണങ്ങൾ സാമ്പാർ കഷ്ണത്തിലേക്ക് ഇട്ട് തരാം. അത് എന്താണെന്നറിയില്ല. ഈ സാമ്പാർ കഷ്ണത്തിന് 150 രൂപയും 100 രൂപയും കൊടുത്തിട്ടാണ് നമ്മൾ ഇതൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നത്. പക്ഷെ അവർക്കതിന് വാല്യൂ ഇല്ല. പച്ചക്കറി ഒറ്റയ്ക്ക് മേടിക്കണമെങ്കിൽ ഫ്രഷ് തരും, സാമ്പാറിൻ്റെ കഷ്ണമാണെങ്കിൽ ചീഞ്ഞത് കഴിക്കണം. അതാണ് അവരുടെ ഒരു ഇത്. പച്ചക്കറി കടക്കാരെ ഒരുവിധം എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യണം, ഇന്ന ആളെന്നൊന്നുമില്ല. ഏറ്റവും മോശം പിന്നെ ചീഞ്ഞതൊക്കെ ചെത്തി വൃത്തിയാക്കിയിട്ട്, ഇപ്പോഴും പണ്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യുന്നതൊക്കെ, കഷ്ണങ്ങൾ ഇങ്ങനെ ചെത്തിക്കളഞ്ഞ് വൃത്തിയാക്കി വെക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ. പക്ഷെ
ഇപ്പോഴും ഇതേ ലെവല് തന്നെ ആചരിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്നുള്ളത് ഭയങ്കര വേദനാജനകമായ പച്ചക്കറിക്കടക്കാരെ വേദനാജനകമാണ് ഇതൊക്കെ. പിന്നെ അവർക്കും ജീവിക്കണ്ടേ എന്നുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ ഇങ്ങനെ ജീവിക്കണമെന്നോ അത്രയും ചീഞ്ഞ എന്താ പറയുക ക്യാരറ്റാണ്. നമുക്ക് അത് തിരയാൻ പാടില്ല. സാമാന്യ കഷ്ണം എടുക്കുന്ന സമയത്ത് നമ്മൾ തിരയാൻ പാടില്ല. പച്ചക്കറി ഓരോന്ന് മേടിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആവശ്യമുള്ളത് എടുക്കാം. അത് അവർ നിർബന്ധമായിട്ടും പറയും കേട്ടോ. പിന്നെ ചേട്ടന് ഓഫീസ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് മേടിച്ചു കൊണ്ട് വരണതാണല്ലോ, അപ്പോൾ ആൾ അതിനനുസരിച്ചാണ് വാങ്ങിച്ചോട്ടെ. എൻ്റെ തടിയൊക്കെ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ തടി നല്ലപോലെ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. വയറ് ഇതിനേക്കാളും കൂടുതലായിരുന്നു. ഇപ്പം എനിക്ക് നല്ലപോലെ വയറ് കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കും നടക്കുമ്പോഴും ഞാൻ കുറച്ച് ഭയങ്കര എന്തോ ഒരു ഇത് പോയ ശരീരത്തിൽ ഭയങ്കര ഒരു സംഭവം, എന്തോ ഒരു വായു തടസ്സം പോലെയായിരുന്നു എനിക്ക്. അതൊക്കെ എനിക്ക് സമാധാനമുണ്ട്. അപ്പം ഞാൻ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് എനിക്ക് സക്സസ് ആയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാം. ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഇപ്പം നേന്ത്രക്കായാണ് കേട്ടോ ഞാൻ ചെത്തിയിടുന്നത്. നേന്ത്രക്കായ അധികം അവിയലിടുന്നത് അത്ര നന്നല്ല, പക്ഷെ ഞാൻ ഒരെണ്ണം അങ്ങനെ തന്നെ ഇടുന്നുണ്ട്. കാരണം ഒത്തിരി മധുരിപ്പ് വരണ പോലെ മധുരിപ്പ് ഉണ്ടാവുമായിരിക്കും. എനിക്ക് അങ്ങനെയാണ് പറഞ്ഞു കേട്ടിരിക്കണം. പക്ഷെ ഞാൻ ഇനി ആ നേന്ത്രക്കായ പുറത്തിരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, ഫ്രിഡ്ജിൽ വെച്ചാലോ ഒരു കാര്യമില്ല, ഒന്നിലേക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നേന്ത്രക്കായ അടക്കം ഞാൻ ചെത്തി ഇങ്ങനെ ഇടുന്നത് കേട്ടോ. പിന്നെ വേണോ അതിൻ്റെ ഒരു മനസ്സിലൊരു ചിന്തയും കൂടി വന്നു. ഇനി ഇടണോ ആ ചെത്തിക്കൊണ്ടിരിക്കുമ്പോഴേ എൻ്റെ മനസ്സിലേക്ക് അപ്പോഴും ഒരു ചിന്ത വന്നു. അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് ഇടണോ വേണോ വേണ്ടേ എന്നുള്ളത്. പക്ഷെ അത് അങ്ങനെ തന്നെ വിചാരിച്ച് ഞാൻ അങ്ങനെ തന്നെ ഇട്ടങ്ങ് വെച്ചു കേട്ടോ. അല്ലെങ്കിൽ അതവിടെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ മുരിങ്ങക്കായ ഉണ്ടായിരുന്നു, രണ്ട് മുരിങ്ങക്കായല്ല. ഒരു മുരിങ്ങക്കായുടെ ഉള്ളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, തൊണ്ട് മാത്രമായിരുന്നു. അത് അങ്ങനെയാണ് അവർ തരിക. അപ്പോഴേക്കും പിന്നെ അരിയുടെ വിസിലൊക്കെ ഏകദേശമൊക്കെ വന്നു തുടങ്ങി. ഞാൻ അവിയൽ അടുപ്പത്തേക്ക് കയറ്റി വെച്ചു കേട്ടോ. എല്ലാ കാര്യങ്ങളും അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, ഉള്ളി, ഇഞ്ചി ഇതെല്ലാം ചേർത്ത്, പച്ചമുളക് എല്ലാം ചേർത്ത് കൂട്ടിപ്പിടിച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് അടുപ്പത്തോട്ട് വെച്ച് വേവിച്ചെടുക്കുകയാണ്. എന്നിട്ട് അത് ഏകദേശം വെന്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് പച്ചമാങ്ങയും പിന്നെ കുറച്ച് എന്താ പറയുക ഇതും കൂടി ചേർത്ത് വെണ്ടക്കായും കൂടി ചേർത്തു കേട്ടോ. എന്നിട്ടാണ് വേവിച്ചെടുക്കുന്നത്. എന്നിട്ട് നല്ല നാളികേരം, അതിൽ കുറച്ച് ജീരകവും കുറച്ച് ചെറിയുള്ളിയും കുറച്ച് ചേർത്തിട്ട് നാളികേരം ചതച്ചെടുത്തിട്ട് ഇങ്ങനെ മിക്സാക്കി ഇടും. ഇതാണ് എൻ്റെ അവിയൽ. അങ്ങനെ അവിയലൊക്കെ വെന്തു. പിന്നെ എന്താ പറയുക, നമ്മുടെ ബോലൂട്ടൻ രസക്കാളനാണ് ഉണ്ടാക്കുന്നത്. മത്തങ്ങയും കുമ്പളങ്ങയും മാത്രം ഇട്ടുള്ള രസക്കാളൻ. നേന്ത്രക്കായ ഉണ്ടായിരുന്നു, അത് ഞാൻ അവിയലിലേക്ക് എടുത്തു. പിന്നെ അതിൻ്റെ പകുതി എടുത്ത് അങ്ങനെ ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം രസക്കാളൻ വെച്ച് കഴിഞ്ഞാൽ നാളേക്കും രസക്കാളൻ ഉണ്ടാവും. അവിയൽ ഇന്നത്തോടു കൂടി തീരും. എന്നുവെച്ചാൽ ഞാൻ അത്ര അധികം കഴിക്കും. അവിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ നല്ലപോലെ അവിയൽ കഴിക്കും. അങ്ങനെ പിന്നെ അമ്പലത്തിലൊക്കെ പോയി വന്നു. ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയി വന്നു. അപ്പോൾ ഏട്ടൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. എന്താ വെച്ചാൽ ക്ഷീണമുണ്ട്. പിന്നെ എനിക്കും അതെ രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, നമ്മൾ അമ്പലത്തിൽ ഒന്ന് പ്രത്യേകതയുള്ളൊരു ദിവസമായിരുന്നു. ഇന്ന് അമ്പലത്തിൽ എല്ലാവർക്കും അറിയാമല്ലോ, നരസിംഹ ജയന്തി. അപ്പോൾ കാരണം ഭയങ്കര തിരക്കായിരുന്നു, നല്ല തിരക്കായിരുന്നു. കുളശ്ശേരിയിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. നന്നായിട്ട് മാലയൊക്കെ ഇട്ടിട്ട്, എന്ന് വെച്ചാൽ പണ്ട് എപ്പോഴും നമ്മളൊരു ശോകമുഖമായിട്ടിരിക്കുന്ന അമ്പലത്തിൽ ഒരു വ്യത്യാസമാണല്ലോ, നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ നരസിംഹമൂർത്തിയുടെ അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു. തിരുവമ്പാടിയിൽ അത്യാവശ്യം നല്ല തിരക്ക് തന്നെയായിരുന്നു. സ്പെഷ്യൽ ഡേയിൽ വൈശാഖ മാസത്തിലെ നരസിംഹ ജയന്തി. അപ്പോൾ വൈശാഖ മാസം എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേകത എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. ഞാൻ കൃഷ്ണൻ പൂജ ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കണം എന്ന് എനിക്കറിയാം. എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ഓർമ്മയുണ്ട്, അത് ഞാൻ കാണിക്കാൻ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കസേര അത് അപ്പോൾ ഒരു കാണിക്കാനായിട്ട് തിരക്കുള്ളത് കൊണ്ടാണ് കേട്ടോ. നമ്മൾ ആ ഒരു സമയത്ത് വീഡിയോ എടുക്കുക, നടക്കാനുള്ള കാര്യങ്ങൾ, നാമജപവും കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനത് ചെയ്യാത്തത്. ഒരു ദിവസം ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കുക്കറിൽ വെച്ചിരിക്കുകയാണ്. കുമ്പളങ്ങി മത്തങ്ങയൊക്കെ കുക്കറിൽ വേവിക്കാമെന്ന് ശരിക്കും പറഞ്ഞാൽ അത് കൽച്ചട്ടിയിലാണ് വേവിക്കേണ്ടത്. പക്ഷേ ഞാനത് കുക്കറിൽ വേവിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പണികൾ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ചേട്ടന് ലഞ്ച് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരു സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. സാറ്റർഡേ ഇവിടെ എന്താ പറയുക, പാട്രിയോട്ട്
അല്ലേ മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ ഒരു സൂപ്പർ പടം വരുന്നുണ്ടല്ലോ. അപ്പം അത് ഞാൻ കണ്ണട ഊരിയിരിക്കുന്നത് അതിൻ്റെ ഷെയ്ഡ് കാരണം എനിക്ക് തന്നെ എൻ്റെ കണ്ണ് കാണാനില്ല. അപ്പോൾ അത് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയായിരിക്കുമല്ലോ. അതിൻ്റെ ഒരു ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പെട്ടെന്ന് രാഗത്തിൽ കിട്ടി. സാറ്റർഡേ കിട്ടിയുള്ളൂ. ഫ്രൈഡേ ആണ് ഇറങ്ങണേ തോന്നണു. അപ്പോൾ പക്ഷേ സാറ്റർഡേ എനിക്ക് കിട്ടിയുള്ളൂ. പിന്നെ ചേട്ടന് ഫ്രൈഡേ, പിന്നെ നാളെ ചേട്ടന് മുടക്കല്ലേ നമുക്ക് എന്നിട്ട് മെയ് ദിനം. അപ്പോൾ മുടക്കാണല്ലോ. അങ്ങനെ മുടിയൊക്കെ അങ്ങനെ കെട്ടി പൂക്കളൊക്കെ എടുത്ത് നന്നായി പ്രാർത്ഥിക്കാൻ പറ്റി. പാർമേക്കാവിൽ ചെന്നപ്പോൾ നടടച്ചിട്ടിരിക്കുന്ന സമയമായിരുന്നു. പക്ഷെ നമുക്ക് ആ സമയത്ത് തന്നെ നമ്മൾ നിൽക്കാറുണ്ട്. അത് നമുക്ക് അങ്ങനെ തൊഴാനൊക്കെ ആയിട്ട് സാധിച്ചു കേട്ടോ. പിന്നെന്താ നമ്മളെപ്പോഴും പറയില്ലേ, നമ്മൾ അങ്ങനെ തൊഴിൽ പ്രാർത്ഥിക്കുന്നത് നമുക്ക് നല്ലതാണ്, അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു വിശ്വാസമൊക്കെ. അപ്പം അങ്ങനെയൊക്കെ ചില സമയത്തുകളിൽ നേരത്തെയൊക്കെ പോയിട്ട് ഇങ്ങോട്ട് വരാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമുക്കത് സാധിച്ചു. ഇന്നലെ റവദോശയാണ് ഉണ്ടാക്കിയത്. വൈകിട്ടത്തേക്ക് റവദോശയായിരുന്നു. അപ്പം ഞാൻ റവദോശ തന്നെയാണ് ഇപ്പോൾ രാവിലെയും ഞാൻ റവദോശ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അല്ലാതെ വേറെ ഇനി ഉണ്ടാക്കണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് പിന്നെ ഉഴുന്നില്ല, മാസാവസാനമായല്ലോ. അപ്പം ഞാൻ എന്തായാലും നാളെ തന്നെ വാങ്ങിക്കാം എന്ന് വിചാരിച്ചു. ഉഴുന്നിന് നല്ല ചിലവാണ്, ഞാൻ ഉഴുന്നിന് നല്ല വിലയും. അപ്പം അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് സംഭവങ്ങളെ ഞാൻ വാങ്ങിക്കാറുള്ളൂ. വിസിൽ വന്നിട്ട് ഞാനൊന്ന് ഓഫ് ചെയ്യട്ടെ. അതെ, ഓഫ് ചെയ്ത് വെച്ചിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെടാപ്പാടാം. അപ്പം അത് 2 വിസിൽ വേണ്ടു. കുറച്ച് പുളി ഒഴിച്ചിട്ടാണ് വേവിച്ചേക്കണത്. ഇനി അതിലേക്ക് കുറച്ച് തൈര് കൂട്ടിയിട്ട് അരയ്ക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. അല്ലെങ്കിൽ മിൽക്കി മിസ്റ്റിങ് ഇതാണ് നമ്മൾ മേടിക്കുക. അപ്പോൾ കുറച്ച് പുളി കുറവാണ്. ഞങ്ങൾക്ക് ചോറിൽ കൂട്ടി കഴിക്കാൻ വേണ്ടി പുളിയില്ലാത്ത തൈരാണ് ഞങ്ങൾ മേടിക്കുക. അപ്പോൾ അതാണല്ലോ കൂടുതലൊന്നും കൂടി നല്ലതെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പുളിയില്ലാത്ത തൈര് കൂട്ടിയിട്ടാണ് ഊണ് കഴിക്കാനൊക്കെ ആയിട്ട്. രാവിലെ പഴഞ്ചോറൊക്കെ കഴിക്കുന്ന സമയത്ത് തൈര് ഒഴിച്ചിട്ട്, തൈരാക്കല്ല, കുറച്ച് മിക്സിയിലടിച്ചിട്ട് മോര് പോലെ ഒഴിച്ചിട്ട് അതിലേക്ക് ഇതൊഴിച്ച് അങ്ങനെ കഴിക്കുള്ളൂ. തൈര് അധികം കഴിക്കില്ല കേട്ടോ. തൈരും എനിക്ക് ഇങ്ങനെ കണ്ണും മീന്തനെ എടുക്കുന്നുണ്ട്. എൻ്റെ കണ്ണും കാണാനില്ല, ഒരു കണ്ണടയും ഇതൊക്കെ ഇട്ട് അങ്ങനെ എന്താ പറയുക, നല്ല രസമുള്ള ദിവസമായിരുന്നു. രാവിലെ നല്ല മോർണിംഗ് ആയിരുന്നു. നമ്മുടെ സുന്ദരി ബിസ്ക്കറ്റ് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് രാവിലെ പോയത്. ഇത് രാവിലെ അവൾക്ക് ഇറങ്ങുമ്പോൾ ഇത് എവിടേക്കാന്നൊക്കെ ചോദിച്ചു. പിന്നെ ഞങ്ങൾ വരുമ്പോൾ വിഷമിച്ചിട്ടിരിക്കണം. അയ്യോ എവിടേക്കോ ഇനി വരില്ലാവോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. എന്നിട്ട് കാത്തിരുന്ന് വന്നപ്പോൾ ആകെ ക്ഷീണത്തിലാണ്. അപ്പം അങ്ങനെ അപ്പോൾ അവൾ പുറത്തിരിക്കുന്നുണ്ട്. ഞാൻ അവൾക്ക് ചോറ് കൊടുക്കണം. അവൾ തൈര് കൂട്ടിയിട്ടുള്ള ചോറാണെങ്കിൽ കുറച്ച് കഴിക്കും. ഇന്നലെ സാമ്പാർ കൂട്ടിയിട്ട് ചോറ് കൊടുത്തപ്പോൾ അവൾ കഴിക്കുന്നില്ല. നമ്മൾ സാമ്പാർ കൂട്ടിയിട്ട് ചോറൊന്നും കഴിക്കുന്നില്ല. ചിലപ്പോൾ അത് എന്താണോ അവൾ കഴിക്കാത്തത്. പിന്നെ തൈര് കൂട്ടിയുള്ള ചോറ്. പിന്നെ അവൾക്ക് ഏറ്റവും ഇഷ്ടം ഇറച്ചി മീൻ തന്നെയാണ് കേട്ടോ. ഇപ്പം നമ്മൾ വ്യാഴാഴ്ച ആയതുകൊണ്ട് നോൺ കഴിക്കുന്നില്ലല്ലോ. പിന്നെ നമ്മളുടേതായിട്ട് വളരാണ് ഇപ്പോൾ അവള്. അപ്പോൾ അങ്ങനെ അതിൻ്റെയൊക്കെ ഒരു സന്തോഷവും സമാധാനവും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകുന്നത് വിശ്വസിക്കുന്നു. എന്താ വെച്ചാലേ വെറുതെ ഇരിക്കണ്ടല്ലോ ഞാനിപ്പോൾ അതൊക്കെ എടുത്തു വെച്ചാൽ ഞാൻ ഇപ്പം ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കണ്ടോ, അല്ലെങ്കിൽ ടി വി ഉണ്ട്. അപ്പം അതിനേക്കാളും എനിക്ക് നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കാമല്ലോ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴല്ലേ നമുക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. കമൻസ് ഒന്നും ഒക്കെ ഇടുമ്പോഴല്ലേ നമുക്ക് ഞാൻ ആ ചോദ്യത്തിനുള്ള ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പോൾ എന്താ അറിയണ്ടേന്ന് അറിയില്ല. എനിക്കിത് സംസാരിച്ചിരിക്കാൻ ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കണത്. ഇനി കിച്ചണിലേക്ക് ചെല്ലട്ടെ. ഞാൻ മോര് കൂട്ടാനും കാര്യങ്ങളൊക്കെ സെറ്റാക്കട്ടെ കേട്ടോ. ഓരോ കാര്യങ്ങളുണ്ട്. അതേ ഞാൻ നോക്കിയപ്പോഴേ വീഡിയോ ഭയങ്കര ലെങ്ത് ഇടോ. അപ്പം അതുകൊണ്ട് ഞാനിവിടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പം അജിൻ്റെ പ്രിസ ഫാമിലിയുടെ സൈനിങ് ഓഫ്. ടാറ്റ ബൈ ബൈ.